തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജയിക്കുക, മന്ത്രിയാവുക ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ്. BJP പോലെ ഒരു പാർട്ടിയിൽ നിന്നും മന്ത്രിയാകുക എന്നത് വലിയ കാര്യമാണ്. അത്തരത്തിൽ തേടിയെത്തിയ പദവി ഒരു വെല്ലുവിളിയുടെ കളഞ്ഞുകുളിച്ച BJP നേതാവിനെ പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. രാജസ്ഥാനിലെ ഭജൻലാൽ ശർമ്മ മന്ത്രിസഭയിൽ നിന്നും മന്ത്രി കിരോടിലാൽ മീണ രാജിവെച്ചത് കോൺഗ്രസിനെ വെല്ലുവിളിച്ചതിന് ശേഷമാണ്. വെല്ലുവിളിയിൽ തോറ്റതോടെ മറ്റ് പോംവഴികളില്ലാതെ മീണ രാജിവെച്ച് ഒഴിയുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള 7 സീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ പരാജയം നേരിട്ടാൽ രാജിവെക്കുമെന്നതാണ് കിരോടിലാൽ മീണ പ്രഖ്യാപിച്ചത്. ഈ സീറ്റുകളിൽ ഒന്നിലധികം സ്ഥലത്ത് പരാജയപ്പെട്ടതോടെയാണ് കിരോടിലാൽ മീണ തൻ്റെ പ്രഖ്യാപനം നടപ്പിലാക്കിയത്. കിഴക്കൻ രാജസ്ഥാനിലെ ദൗസ, ഭരത്പൂർ, കരൗലി, ധോൽപൂർ, ആൽവാർ, തോങ് സവായ്, മോധോപൂർ, കോട്ടാബുണ്ടി എന്നിവിടങ്ങളിലായിരുന്നു മീണയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ദൗസ, ഭരത്പൂർ, കരൗലി, ധോൽപൂർ, തോങ് സവായ്, മോധോപൂർ എന്നിവിടങ്ങളിൽ BJP പരാജയപ്പെടുകയായിരുന്നു. കാർഷികം, ഗ്രാമവികസനം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത് മന്ത്രിസഭയിൽ ഷൈൻ ചെയ്തിരിക്കുമ്പോഴാണ് കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ ഈ മന്ത്രിക്ക് തോന്നിയത്. സ്വന്തം നാടായ ദൗസയിലടക്കം BJP നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയതോടെ മന്ത്രിക്ക് രാജിവെക്കാതെ മറ്റ് തരമില്ല എന്നതായി. രാജസ്ഥാനിൽ ആകെയുള്ള 25 ലോക്സഭാ സീറ്റിൽ BJP 14 സീറ്റുകളിൽ ജയിച്ചപ്പോൾ കോൺഗ്രസ് ഈ മുൻ മന്ത്രിയുടെ ദൗസിയടക്കം 8 സീറ്റുകളിലും വിജയിക്കുകയും ചെയ്തു. ഒരു MP പോലും ഇല്ലാതിരുന്ന രാജസ്ഥാനിൽ ഈ മന്ത്രിയുടെ വെല്ലുവിളി കാരണം 5 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയതെന്നും വിമർശനം വ്യാപകമായി നേതാവിനെതിരെ പാർട്ടിയിൽ നിന്നും ഉയർന്നതുമാണ്. അന്ന് മന്ത്രിസ്ഥാനവും രാജിവെച്ചു പോയ മീണ മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 45 വർഷമായി താൻ ജനങ്ങളെ സേവിക്കുന്നു. അവരോട് BJPക്ക് വോട്ട് ചെയ്യണമെന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യരുതെന്നും താൻ അഭ്യർത്ഥിച്ചതാണ്. എന്നാൽ അവർ കേട്ടില്ല. അപ്പോൾ പിന്നെ 45 വർഷം അവരെ സേവിച്ചതിൽ അർത്ഥമില്ലെന്നും അതുകൊണ്ടാണ് താൻ രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും ഈ മുൻമന്ത്രി പറയുന്നുണ്ട്. ഇനി അങ്ങോട്ടും ജനങ്ങൾക്കും താൻ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിനും വേണ്ടി പ്രവർത്തിക്കും. സംവരണ സമ്പ്രദായം നിർത്തലാക്കുമെന്ന പ്രചരണം തെറ്റാണ്. ഈ പ്രചരണം ഉപയോഗിച്ചാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയതെന്നും കിരോടിലാൽ മീണ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്.